നമസ്കാരം. തെങ്ങിൻ്റെ ബോറോണിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് പറയാം. ഇത് കണ്ടില്ലേ, തേങ്ങ വിണ്ട് കയറിയത് കണ്ടില്ലേ? ഇത് ഒരു ലക്ഷണം. അടുത്ത ലക്ഷണം കണ്ടോ, ഓലകൾ കണ്ടില്ലേ? ഓലകൾ ഓരോ ഓലക്കാലും തമ്മിൽ ഒട്ടിയിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. ബോറോണിൻ്റെ കുറവാണ് തെങ്ങിൽ. കണ്ടില്ലേ? നമ്മുടെ ക്യാമറ ആക്ഷൻ ക്യാമറയാണ്, അതുകൊണ്ട് കൂടുതൽ സൂം ചെയ്യാനൊന്നും പറ്റില്ല. ഒരു വീശാറി പോലെ ഇരിക്കും. പുതിയതായിട്ട് വരുന്ന ഇലകളും അതേപോലെ ആയിരിക്കും. ഇത് ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവാണ് തെങ്ങിൽ. അപ്പോൾ ഇങ്ങനെയുള്ള തെങ്ങുകളിൽ വർഷത്തിൽ ആദ്യത്തെ തവണ 100 ഗ്രാം വീതം വർഷത്തിൽ 2 തവണ ബോറോൺ കൊടുക്കണം. അളവ് കൂടിപ്പോരുത്, 100 ഗ്രാം മാത്രമേ കൊടുക്കാവൂ. ഒരു ചെടിക്ക് ഏറ്റവും കുറച്ച് വേണ്ട മൂലമാണ് ബോറോൺ. കൂടിപ്പോരുത്, അത് വേറെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കാം. ഇത്രയും വലിയ രൂക്ഷമായ ലക്ഷണം ഉണ്ടെങ്കിൽ 100 ഗ്രാം വീതം 2 തവണയും, രൂക്ഷമല്ലെങ്കിൽ 50 ഗ്രാം വീതം 2 തവണ കൊടുക്കുക. അടുത്ത വർഷം തൊട്ട് ഒരു തവണ ഒരു 100 ഗ്രാം കൊടുക്കുക. അതിൻ്റെ അടുത്ത വർഷം 50 ഗ്രാം കൊടുത്താൽ മതി. അതിൻ്റെ അടുത്ത 3-ാമത്തെ വർഷം തൊട്ട് 50 ഗ്രാം വീതം കൊടുക്കുക. എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് എത്ര ബോറോൺ കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ മണ്ണ് പരിശോധിക്കുക. അത് എല്ലാ ജില്ലയിലും മണ്ണ് പരിശോധന ലാബുകളുണ്ട്. ഈ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് 1 മീറ്ററിനും 1.5 മീറ്ററിനും ഉള്ളിലായിട്ടുള്ള മണ്ണ് എടുക്കുക. മണ്ണെടുത്ത് 1/2 കിലോ മണ്ണ് ഇങ്ങനെ ലക്ഷണമുള്ള തെങ്ങുള്ള ചോട്ടിൽ നിന്ന് എടുത്തിട്ട് 1/2 കിലോ മണ്ണ് നമുക്ക് പരിശോധനയ്ക്ക് അയക്കാം. പരിശോധനയ്ക്ക് അയച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ തോട്ടത്തിൽ എത്ര കുറവുണ്ടെന്ന്. ആ സാഹചര്യം അല്ലെങ്കിലാണ് ഞാനീ പറഞ്ഞ ബോറോൺ കൊടുക്കേണ്ടത്. ബൊറാക്സ് എന്ന് പറഞ്ഞിട്ടാണ് ബോറോണിൻ്റെ വളം കടയിൽ കിട്ടുക. ബോറോൺ എന്ന മൂലം അടങ്ങിയ വളം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം.